വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇത്തവണ ക്രിസ്മസിന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് ട്രൈ ചെയ്താലോ? സാധാരണ നമ്മൾ ചോറും കറികളൊക്കെ അല്ലേ ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ ലഞ്ചായിട്ട് തയ്യാറാക്കാറ്. ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഗ്രിൽഡ് ബാസ വിത്ത് ലെമൺ സോസ് ഒന്ന് ട്രൈ ചെയ്താലോ? ഈ ഗ്രിൽഡ് ബാസ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കിലോ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ബാസയുടെ ഒരു ഫില്ലറ്റാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഈ മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. നമുക്ക് ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശത്തും ഇതേപോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളകിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താട്ടോ. നമ്മളിതിലേക്ക് എക്സ്ട്രാ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടി മാത്രമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ എല്ലാ വശത്തും നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ മീനിൻ്റെ 4 വശത്തും നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫിഷിൻ്റെ ഫില്ലറ്റ് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു സാലഡ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞത്, കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നുള്ളു കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു സലാഡാണ്. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് ഇനി ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിൻ്റെ ഫില്ലറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി മൈദ ഉപയോഗിച്ചിട്ട് ഈ മീനിനെ നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ പ്ലെയിൻ ആയിട്ടുള്ള മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയിൽ ഉപ്പോ അതേപോലെ വേറെ എക്സ്ട്രാ മസാല ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി മീനിൽ ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് കാരണം തന്നെ വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിൻ്റെ എല്ലാ വശവും നന്നായിട്ട് ഒന്ന് മൈദ കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു പകുതി സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയം, ഒരുപാട് കളർ മാറണ്ട, ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിൻ്റെ ഫില്ലറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഈ ഓയിലും അതേപോലെ തന്നെ സവാളയൊക്കെ ഇതിൻ്റെ മീതേക്ക് നമുക്കൊന്ന് കോരിയിട്ട് കൊടുക്കാം. ഒരു വശം നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശവും നന്നായിട്ട് ഇതുപോലെ കുക്ക് ചെയ്ത് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഇതേപോലെ തന്നെ ഓയിലും വഴന്ന് വന്നിട്ടുള്ള സവാളയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ മീതേക്ക് ഒന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ ഒരു ഫില്ലറ്റ് 1/4 കിലോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 വശം മാത്രമല്ല 4 വശവും നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് 4 വശവും നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. നമുക്കിങ്ങനെ നോൺ വെജ്, അത് ഇറച്ചി ആയിക്കോട്ടെ മീനായിക്കോട്ടെ, എല്ലാം നന്നായിട്ട് വെന്താൽ മാത്രമല്ലേ നമ്മൾ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ 4 വശവും ഒരേപോലെ നമുക്കൊന്ന് വേവിച്ച് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് നമ്മൾ തിരിച്ചിടുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വേണം തിരിച്ചിടാനായിട്ട്. ഈ ഫില്ലറ്റ് പൊട്ടിപ്പോകാതെ വേണം തിരിച്ചിട്ട് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ഇതിൻ്റെ മീതേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ പാഴ്സലി ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സോസിൽ കിടന്ന് ഈ മീൻ ഒരു 30 സെക്കൻഡ് ഒന്ന് വേവണം.
ചെറു തീയിൽ വെച്ചിട്ട് വേവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 30 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ നാരങ്ങയുടെ ഒരു ഫ്ലേവർ മീനിൻ്റെ എല്ലാ വശത്തേക്കും ഒരേപോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് വേവിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഗ്രിൽഡ് ബാസ വിത്ത് ലെമൺ സോസ് സെർവ് ചെയ്യാൻ നേരത്ത് നമ്മൾ അതിൻ്റെ മീതേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സലാഡ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.